ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മൾ എന്നുള്ളത് പാണ്ടിക്കാടാണ് കേട്ടോ. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് എന്ന ലൊക്കേഷനിലാണ് കേട്ടോ. ഈ കാണുന്ന 3 ഏരിയയിലാണ് നമ്മൾ പ്രൊഫൈലുള്ള നമ്മളൊരു പ്രവാസി സുഹൃത്താണ്. നമ്മളെ വീഡിയോ ഒക്കെ കണ്ട് നമ്മളെ കോൾ ചെയ്ത് നമ്മളെ വർക്ക് ഏൽപ്പിച്ചതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനും എന്നാലോ വലിയ ഓവറല്ലാത്തൊരു ഡിസൈനും സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നത്. അപ്പോൾ വന്ന പാടെ നമ്മളെ മുബഷിർ എന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി മാർക്ക് ചെയ്തെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേപോലത്തെ സിമ്പിൾ ഡിസൈനാട്ടോ നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം പിന്നെ ജിപ്സം ചെയ്യാതെ ഇങ്ങനെ ചെയ്യാന്നുള്ളത്, പിന്നെ നോർമലി ഇവിടെ വരുന്ന പാനൽ ലൈറ്റ് ഉപയോഗപ്പെടുത്തിയിട്ടൊരു ഡിസൈൻ ആക്കുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മൾ ഈ പ്രൊഫൈൽ ലൈറ്റ് നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ കട്ടിങ്ങൊക്കെ പ്ലാനിങ്ങൊക്കെ പക്കാ നീറ്റായിട്ട് ഓണർക്ക് നമ്മൾ അങ്ങോട്ട് വാട്സപ്പിൽ അയച്ചു കൊടുത്ത് മൂപ്പര് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസൈനൊക്കെ സെറ്റാക്കി എടുക്കുന്നത്. ഇവിടെ വരുന്നത് ഡൈനിങ് ഹാള് സ്ക്വയറും, അതായത് പാസേജിൽ വരുന്നത് സാധാരണ ഒരു ഡിസൈൻ അല്ലാത്തൊരു ഡിസൈനും, അതേപോലെ തന്നെ ലിവിങ്ങിൽ വരുന്നത് ഇതേപോലത്തെ ഒരു ഡിസൈനും കൂടിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനാണ്. അപ്പോൾ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഞങ്ങൾ എന്ത് ചെയ്യും പരമാവധി ഫാസ്റ്റാക്കി ചെയ്ത് എല്ലാ അളവും നമ്മൾ മനസ്സിലുള്ളതുകൊണ്ട് ചാനലൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ചാനൽ ഫിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇതേപോലെയൊക്കെ വർക്ക് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ബയോയിൽ നമ്മളെ നമ്പർ ഉണ്ട്, എന്തായാലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മളെ പേജ് ഏകദേശം ഒരു 40K ഫോളോവേഴ്സ് ആവാൻ ഏകദേശം അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ പരമാവധി എല്ലാവർക്കും ഷെയർ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി പലരും പാനലിലൊക്കെ സീലിങ്ങിൽ പാനൽ ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്താ ചെയ്യുക എന്നുള്ളൊരു ജിപ്സം ചെയ്യാനായിട്ട് പോസ്റ്റ് ഉണ്ട്. അതേപോലെ പ്രൊഫൈൽ ചെയ്താൽ ഇതേപോലെയൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഒരു വേറെ വെറൈറ്റി ഡിസൈൻ ഉണ്ടാക്കാം. വലിയ സംഭവമാക്കി പറയല്ല, ചെറുതായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യുക ഡിസൈനൊക്കെ ആക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ചിലയിടത്തൊക്കെ എന്തുണ്ടാവും, പാനൽ ലൈറ്റ് ഇട്ടിട്ട് പാനൽ ലൈറ്റ് ഒഴിവാക്കുന്നുണ്ട്. പാനൽ ലൈറ്റ് ഒഴിവാക്കാതെ നമുക്ക് നോർമൽ ആ ലൈറ്റും ഉപയോഗപ്പെടുത്തിയിട്ട് ഇതേപോലെ ഡിസൈൻ ആക്കാം. ഇത് വലിയൊരു ഡിസൈനും കാര്യങ്ങളൊന്നുമല്ല, ഇത് ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനൊത്തൊരു ഡിസൈൻ നമ്മൾ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഔട്ടറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ലാസ്റ്റ് ഫൈനലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പലരും ചോദിക്കേണ്ടത് ഇതിൻ്റെ ഹെഡ്ജ് എന്താ ശരി, ഇത് ഹെഡ്ജൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഇതേപോലെ എന്ത് ചെയ്യും പുട്ടിയിട്ട് സെറ്റാക്കി എടുക്കും. ഏകദേശം ഫൈനൽ ലുക്കാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഡിസൈൻ. അപ്പോൾ ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ഡിസൈനുകളോ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ബയോയിൽ നമ്മളെ നമ്പർ ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും നമ്മൾ വീഡിയോ ചിലപ്പം കണ്ടുകൂടായില്ല. അപ്പോൾ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങളെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മളെ ബയോയിൽ നമ്മളെ നമ്പറുണ്ട്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ.